ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുമായി ബന്ധപ്പെട്ട് PC ജോർജിന് ഏതെങ്കിലും നിലയിലുള്ള ഒരു ബന്ധവും അക്കാര്യത്തിൽ ഇല്ല എന്നും അദ്ദേഹം അന്ന് ഞങ്ങളുടെ പാർട്ടിയിലില്ല, ഞങ്ങളുടെ മുന്നണിയിലില്ല. അതിലുപരി അദ്ദേഹം പറയുന്നത് VS അച്യുതാനന്ദൻ വഴി പ്രസിഡന്റാക്കിയെന്ന്. എന്താ, ആളുകൾക്ക് വളരെ പ്രായമാകുമ്പോൾ സാമാന്യബോധവും യുക്തിയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ഡിമെൻഷ്യ എന്നൊരു അസുഖത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള വല്ല രോഗം അദ്ദേഹത്തിനുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ വസ്തുതാവിരുദ്ധമായ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ല, BJP PCOന് എത്ര കൊടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയത് 4 കോടി രൂപ അഫിഡവിറ്റിലുള്ള, അത് പറയും 28 ലക്ഷം അഫിഡവിറ്റിലല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം നമ്മൾ കണക്ക് കൊടുക്കണം. ഞാനടക്കം കണക്ക് കൊടുത്തു, എക്സ്പെൻസ്. ആ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പാകെ നമ്മൾ സത്യവാങ്മൂലത്തോടൊപ്പം സമർപ്പിക്കുകയാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര 28,68,060 രൂപ. അതെ, ആയിരിക്കാം. അല്ല, ബാക്കി തുകയല്ല. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവകാശവാദം 4.5 കോടി രൂപ ചെലവഴിച്ചു എന്നാണ്. 4.5 കോടി രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞത്. 28 ലക്ഷം സംബന്ധിച്ച് എനിക്ക് തർക്കമൊന്നുമില്ല. കാരണം 40 ലക്ഷം രൂപ വരെ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ചെലവഴിച്ചാൽ സ്ഥാനാർത്ഥി ജയിച്ചാൽ അയോഗ്യനാകും. തോറ്റാലും ആ സ്ഥാനാർത്ഥിക്ക് പിന്നീടുള്ള 6 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് അയോഗ്യത വരും. അത് തെരഞ്ഞെടുപ്പ് കുറ്റമാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കുറ്റം ചെയ്തു എന്ന് അദ്ദേഹം സ്വയം സമ്മതിച്ചിരിക്കുകയാണ് തൻ്റെ വെളിപ്പെടുത്തലിലൂടെ. 40 ലക്ഷം രൂപയാണ് ഇപ്പോൾ സീലിംഗ് പരിധി. അദ്ദേഹം 28 ചെലവഴിച്ചുള്ളതായിട്ടാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുക. അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത കണക്കാ, സത്യവാങ്മൂലത്തിൻ്റെ പിൻബലത്തോടു കൂടി. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് സംഭാവന കൊടുത്തിട്ടുണ്ടാവും, സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ടാവാം. അതൊക്കെ അതിനകത്ത് വിശദമായിട്ട് അദ്ദേഹം കൊടുത്ത കണക്കിനകത്ത്, ഞാൻ അതിനകത്ത് ആകെ ഉള്ളത് പരിശോധിച്ചത്, ആകെ ചെലവഴിച്ച തുക മാത്രമേ പരിശോധിച്ചുള്ളൂ. അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന രേഖപ്രകാരം 28,68,060 രൂപയാണ്. ആ സ്ഥാനത്താണ് അതിൻ്റെ ഏതാണ്ട് 15 മടങ്ങ് വരുന്ന 4.5 കോടി രൂപ ചെലവഴിച്ചു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് നിയമപരമായ അന്വേഷണം നടക്കണമെന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെച്ച ആവശ്യം. അല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥലത്തിലുള്ളതല്ല. അങ്ങനെ മാറ്റി കേസ് വരുമെന്ന് കണ്ടപ്പോഴും പാർട്ടി നേതൃത്വം വിളിച്ച് വരട്ടിയപ്പോഴും അദ്ദേഹത്തിന് വാക്ക് മാറുന്ന കാര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ വാക്ക് മാറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ പറയുന്നതല്ലോ, 10 മിനിറ്റ് കഴിയുമ്പോൾ പറയുന്നത്. മാറ്റി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അല്ലേ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്ത ആള് ഞാൻ ചെയ്തു എന്ന് പരസ്യമായി സമ്മതിക്കുമോ? പിന്നീട് മാറ്റി പറഞ്ഞത് പാർട്ടി നേതൃത്വം വിളിച്ച് വരട്ടിയിട്ടാ. മാറ്റി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് ഇരിക്കുകയല്ലേ. 4 കോടി രൂപ ചെലവഴിച്ചു, ഓരോ ബൂത്തും 31,000 രൂപ കൊടുക്കാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ പലയിടത്തും വിളിച്ചു ചോദിച്ചപ്പോൾ അത് കൊടുത്തിട്ടില്ല. ഒരു ബൂത്തിൽ 31,000 കൊടുത്താൽ 218 ബൂത്തുണ്ട്. തുക എവിടെ ചെല്ലും? അല്ല, അതിലുപരി ഈ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം 17-ാം നമ്പർ ബൂത്തിൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റിനെയും പണവും ആളുകളെയും സഹിതം നാട്ടുകാർ തടഞ്ഞു വെച്ചു. ഈരാറ്റുപേട്ട പോലീസ് കേസുണ്ട്. അന്ന് മീഡിയയിലെല്ലാം വന്നതല്ലേ. അപ്പം ആ നിലയിലുള്ള വലിയ തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യം, തെരഞ്ഞെടുപ്പ് അഴിമതി, ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ലംഘനമാണ് സംഭവിച്ചത്. പ്രചരണം നന്നായിട്ടുണ്ട്. അതൊക്കെ അത് എങ്ങനെ അതൊക്കെ അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. അതിനകത്തൊന്നും ഞാനും കക്ഷിയല്ലല്ലോ. എൻ്റെ ആകെ കണ്ടൻഷൻ ഒരു തെരഞ്ഞെടുപ്പിൽ നിയമപരമായി ചെലവഴിച്ചു എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്ക്
ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട്. പരിധിയേക്കാൾ 12 ലക്ഷത്തോളം കുറവാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ 15 മടങ്ങ് ചെലവഴിച്ചതായി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുക. ഇത് നിയമപരമായി തെറ്റാണ്. ആ വൈരുദ്ധ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആരൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. ഏതാ കേസുണ്ട്? അത് പോലീസിലും കോടതിയിലും എന്താണെന്നാണ്, ഞാനത് കൃത്യമായി പരിശോധിച്ചില്ല. ഏതായാലും അന്നിങ്ങനെ സംഭവം ഉണ്ടായി, പോലീസ് അതിൽ കേസെടുത്തു. അത്രയും കാര്യങ്ങൾ ബാക്കി ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, PC ജോർജിനോടൊപ്പം തന്നെ. അതെ, അദ്ദേഹത്തിൻ്റെ ആൾ തന്നെയാണ്. അദ്ദേഹമാണ് പണം കൈകാര്യം ചെയ്തതെന്നാണ് ജോർജ് പറയുന്നത്. MLA ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. ഇന്നലെ കർഷക ദിനമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ കർഷക ഭവനുകളിലും കൃഷിഭവനുകളിലും ചടങ്ങുകൾ സംബന്ധിച്ചു. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലർ പ്രകാരം കർഷക ദിനാചരണം MLA ഉദ്ഘാടനം ചെയ്താണ്. അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പ്രളയത്തിൻ്റെ ആണെങ്കിലും ബാക്കി പ്രവർത്തനങ്ങൾ അവിടെ ഒരു സന്നദ്ധ സേവന സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പരിധിവരെയൊക്കെ നടന്നു എന്നുള്ളതാണ് വസ്തുത. ഔദ്യോഗികമായി പ്രഖ്യാപിച്ച 10,000 രൂപയാണ് കടകൾക്കൊക്കെ നഷ്ടം. അത് വളരെ അപര്യാപ്തമാണ്. പക്ഷെ അതുപോലും നാളിതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോഴും അമേരിക്ക തന്നെയാണ്, വന്നിട്ടില്ല. മുമ്പ് പോയില്ല, പ്രളയം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ മറ്റുമാണ് പോയത്. ഇല്ല, ഉണ്ടായിരുന്നില്ല. അതിലുപരി പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പോരായ്മയാണ്. മറ്റൊരു പ്രധാന പ്രശ്നം, ഓരോ വകുപ്പുകളുമാണ്. കൃഷി പോയതിന് കൃഷി വകുപ്പ് നഷ്ടപരിഹാരം കൊടുക്കും. വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടതിന് മൃഗസംരക്ഷണ വകുപ്പ് നഷ്ടപരിഹാരം കൊടുക്കും. സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചില കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ നഷ്ടമുണ്ടായവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു വലിയ പ്രോസസ്സുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും MLAക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ ഒരു കോർഡിനേഷനോ അതിൻ്റെ നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ വഴി കൃത്യമായി പാലിച്ചു വേണം ഈ കോമ്പൻസേഷനിലേക്കൊക്കെ പോകാൻ. ഇതൊന്നും ചെയ്യിക്കാൻ ഒരു നാഥനില്ലാ കളരിയായി മാറിയൊരു സ്ഥിതി ഉണ്ടായി. അവസാനിപ്പിക്കാം. ഞാൻ ഇതിൻ്റെ PDF ഫോർമാറ്റ് വാട്സപ്പിൽ ഇട്ട് തരാം.